പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. യൗവനകാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവിനെ അറിയുക എന്ന വചനം ഒരു യുവാവിനെ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവസ്നേഹത്തിന്റെ കിരണങ്ങളും പരസ്നേഹത്തിന്റെ കിരണങ്ങളും അതിനേക്കാൾ ഉപരി സുശിക്ഷിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് വന്നാൽ ഏതെല്ലാം രീതിയിൽ സഭയുടെ വിവിധ തലങ്ങളിലും സമൂഹത്തിലും ക്രിസ്തുവിന്റെ പരിമളം പരത്തുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളത്തിനടുത്തുള്ള കങ്ങരപ്പടിയിലുള്ള ബേളി എന്ന ജീസസ് യൂത്തിനെയാണ്. അദ്ദേഹത്തിന്റെ യൗവനത്തിൽ തന്നെ ഈശോ അദ്ദേഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ വിവിധ തലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഈ എപ്പിസോഡ് നമ്മുടെ ഉള്ളിലും പ്രേക്ഷിത ചൈതന്യവും നമ്മുടെ ഉള്ളിലും ക്രിസ്തു രൂപപ്പെടാനും ഇടയാകട്ടെ. യുവജനങ്ങളെ കർത്താവിലേക്ക് ചേർത്തു നിർത്തുന്ന യുവജന മുന്നേറ്റമായ ജീസസ് യൂത്തിലൂടെ നമ്മുടെ നാഥന്റെ വയലേലകളിൽ സുവിശേഷ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമൊപ്പമാണ് നാം ഇന്ന് നിത്യജീവന്റെ പാതയിൽ സഞ്ചരിക്കുന്നത്. ഇത് എറണാകുളം കാക്കനാടിനടുത്ത് കങ്ങരപ്പടിയിലുള്ള ബെർലിയും ഭാര്യ ആനിയും. യുവത്വത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ യേശു അനുഭവം മറ്റുള്ളവർക്ക് പകരാനായി യാത്രയാകുന്നവർ. കേരളത്തിലെ ജീസസ് യൂത്തിന്റെ ഫോർമേഷൻ കോർഡിനേറ്ററും കമ്പ്യൂട്ടർ എഞ്ചിനീയറുമായ ഇദ്ദേഹം ജീസസ് യൂത്ത് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട് എന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിര പ്രവർത്തകനുമാണ്. അനേകം കുഞ്ഞുങ്ങൾക്ക് പഠന സൗകര്യവും മറ്റു ശുശ്രൂഷകളും ചെയ്തു വരുന്ന ഇദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ചും തന്റെ യേശു അനുഭവത്തെക്കുറിച്ചും നമ്മോട് പങ്കുവച്ചു. നിത്യജീവന്റെ പാതയിൽ നാളിതുവരെ പലരും കടന്നു വന്നു തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയതും തുടർന്ന് അവരുടെ ജീവിതത്തിൽ വന്ന ക്രിസ്തുവിന്റെ ഇടപെടലുകളും അനേകർക്ക് നല്ല പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുവാനും അനേകർക്ക് പുതിയ ഇനിഷ്യേറ്റീവ്സ് എടുക്കുവാനും സഹായകമായിട്ടുണ്ട്. ഇന്ന് ബേണി അണസിനെയാണ് ഷാലോം പ്രേക്ഷകർ പരിചയപ്പെടാൻ പോകുന്നത്. ഇദ്ദേഹത്തെ നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്രകാരമാണ് കുടുംബത്തിലെ സാഹചര്യങ്ങളെന്നും ഇതിലേക്ക് കടന്നു വരാനിടയായതെന്ന് പറയാമോ? വീട്ടില് ഭാര്യ ആനി ജീസസ് യൂത്തിലെ 4th ബാച്ച് ഫുൾ ടൈമർ ആയിരുന്നു. ഇപ്പോൾ മംഗലപ്പുഴ കർമ്മലഗിരി സെമിനറിയിൽ 2nd ഇയർ MTH പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3 കുട്ടികൾ, ഏഞ്ചൽ 9th സ്റ്റാൻഡേർഡിൽ, മിഷേൽ 7th സ്റ്റാൻഡേർഡിൽ, ഷെറിൽ 3rd സ്റ്റാൻഡേർഡിൽ. ഞങ്ങൾ താമസിക്കുന്നത് കങ്ങരപ്പടിയിലാണ്. കങ്ങരപ്പടിയിൽ ഞങ്ങൾ അറൗണ്ട് 40 ജീസസ് യൂത്തുകാർ ഒരുമിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 1 വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. ജോലി ബൈ പ്രൊഫഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് തന്നെ കമ്പനി റൺ ചെയ്യുന്നു. ജീസസ് യൂത്തിലുള്ള സുഹൃത്തുക്കൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് ഇതുപോലെ കമ്പനി തുടങ്ങി. ഇന്ന് ഏകദേശം 45-50ഓളം പേര് 2 കമ്പനികളായിട്ട് ഉണ്ട്. വ്യക്തിപരമായ ഒരു ദൈവാനുഭവമാണ് പലപ്പോഴും പലതിലും നിലനിർത്തുന്നത്. ഇപ്പൊ ഈ ജീസസ് യൂത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായെന്നും തിരിച്ച് ജീസസ് യൂത്തിൽ എങ്ങനെ വന്നതെന്നൊന്ന് പറയാമോ? ഞാൻ 12th വരെ ബോംബെയിലാണ് പഠിച്ചത്. അതിനുശേഷം എഞ്ചിനീയറിംഗ് മണിപ്പാലിലാണ് ചെയ്തത്. മണിപ്പാലിൽ 2nd ഇയർ എഞ്ചിനീയറിംഗ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരു പെന്റിക്കോസ്റ്റ് ആയിരുന്നു. അപ്പം ഐസക് എന്ന പേര്, ആളുടെ ഇൻഫ്ലുവൻസിലാണ് ഞാനിങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകാൻ തുടങ്ങിയതും. അതിനുശേഷം തുടർച്ചയായിട്ട് അവിടെ കാത്തലിക് പള്ളിയിൽ റെഗുലറായിട്ട് പോവായിരുന്നു. അവിടെയാണ് ഒരു ആരംഭമുണ്ടായത്. എഞ്ചിനീയറിംഗിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ്, അതിന് മുമ്പ് തന്നെ ജീസസ് യൂത്തിനെ പരിചയപ്പെടാൻ ഇടയായി. കേരളത്തിൽ വന്നതിന് ശേഷം പ്രൊഫഷണൽ മിനിസ്ട്രിയിലാണ് ജീസസ് യൂത്തിൻ്റെ ആദ്യം ഞാൻ ആക്റ്റീവായിരുന്നത്. അപ്പം ഞാൻ അവിടെ കണ്ടത് എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ കഴിഞ്ഞ ധാരാളം യുവജനങ്ങൾ എന്നെപ്പോലെ യേശുവിന് വേണ്ടി ഓടാൻ റെഡി ആയിട്ടിരിക്കുന്നു. അന്ന് എല്ലാവരും സിമ്പിൾ ഫെയ്ത്താണ്, വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ ഉള്ളത് വെച്ചിട്ട് യേശുവിൻ്റെ പുറകെ ഓടുന്നു. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പ്രൊഫഷണൽ മിനിസ്ട്രിയിൽ ആക്റ്റീവായി ധാരാളം യുവജനങ്ങളെ പരിചയപ്പെടാൻ പറ്റി. എന്നെപ്പോലെ തന്നെ കുറവുകളും കുഴപ്പങ്ങളുമുള്ള യുവജനങ്ങൾ യേശുവിന് വേണ്ടി പരിശ്രമിക്കുകയും വീഴുന്നു, വീണ്ടും എഴുന്നേൽത്ത് നിൽക്കുന്നു,
എന്നാൽ യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നു. ഞാൻ അന്ന് തൊട്ട്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന സമയം തൊട്ട് എല്ലാ ആഴ്ചയും പ്രയർ ഗ്രൂപ്പിന് പോകുമായിരുന്നു. ആ ഒരു സ്വഭാവം ഇന്നും നിലനിർത്തുന്നു. ഇന്നിപ്പം കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകുമായിരുന്നു. ആദ്യത്തെ ആൾ വന്നു, വീണ്ടും പ്രയർ ഗ്രൂപ്പിന് പോകുന്നു. ഇന്നിപ്പം 3 കുട്ടികളായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയും പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലൂടെ ഇതുപോലെ ധാരാളം സാധാരണ ചെറുപ്പക്കാരെ കാണുവാനും അവരിടുന്ന എഫേർട്ട് മനസ്സിലാക്കുവാനും അതോടൊപ്പം നിന്ന് ദൈവത്തിൻ്റെ കരം ധാരാളം കാണാൻ സാധിച്ചു. ഞാനൊരു 99-2000 സമയത്തായിരുന്നു ഓൾ കേരള കോർഡിനേറ്റർ ആയിരുന്നു ജീസ് യൂത്തിൻ്റെ. ആ സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും പോകാനും ജീസ് യൂത്തിൻ്റെ പല മിനിസ്ട്രികളിലൊക്കെ കാണുവാനും ജീസസ് യൂത്തിന് വേണ്ടി സാധാരണക്കാരായ ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത യുവജനങ്ങൾ അവരുടെ ഒരു വിശ്വാസവും യേശുവിന് വേണ്ടിയുള്ള എടുത്തുചാട്ടവും ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവമേ എനിക്ക് ഇത്രയും മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ പ്രൊഫഷണൽ മിനിസ്ട്രിയിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാലഞ്ച് ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഓരോരുത്തർ പറയും എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച യേശുവിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചത്, എവിടെയൊക്കെ പരാജയപ്പെട്ടു, എന്നാൽ എവിടെയൊക്കെ യേശു എൻ്റെ കൂടെ നിന്നു. അപ്പം ഇത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകുമ്പം ഇന്നും സംഭവിക്കുന്നത് സാധാരണ ജീവിതത്തിൻ്റെ ഇടയിൽ എങ്ങനെ യേശുവിനോടൊപ്പം പിടിച്ചു നിൽക്കുന്നു, യേശുവിനോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ഇടയിൽ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജീസ് യൂത്തിലെ എനിക്ക് തോന്നുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. യേശുവിന് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ, സ്വപ്നമുണ്ടോ, ഇതിൻ്റെ കൂടെ കൂടിയാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം കാണാൻ സാധിക്കും. ഞാനിപ്പം അതിനുശേഷം 98-ന് ശേഷം കോർഡിനേറ്റർഷിപ്പ് മാറിയതിന് ശേഷം കൂടുതൽ ബൈബിൾ മിനിസ്ട്രി ആയിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. ബൈബിൾ മിനിസ്ട്രിയിൽ ഇവിടെ എമൗസി തന്നെ ഞങ്ങൾ ഏകദേശം 6 ബാച്ച് നടത്തി. ധാരാളം യുവജനങ്ങൾ ഈ കോഴ്സിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾക്ക് ധാരാളം ബൈബിൾ പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് ആലുവ സെമിനേരികളിൽ നിന്നും ഇവിടെ അടുത്തൊക്കെ ധാരാളം പണ്ഡിതന്മാരെ പരിചയപ്പെടാൻ പറ്റി. ഇങ്ങനെ ഒരു പരിചയപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ആനി BPH ഫിലോസഫി പഠിക്കാൻ സെമിനറി പോകാൻ തീരുമാനിച്ചതും. ഒന്ന് സെമിനറിയുടെ അകത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പോയ കാരണമാണ് സഭയുടെ റിച്ച്നെസ് മനസ്സിലാക്കാൻ സാധിച്ചത്. സെമിനറിയുടെ അകത്തുള്ള ധാരാളം വിശുദ്ധരായ അച്ഛന്മാരെ കാണാൻ സാധിച്ചത്. ഒരു ചേർച്ച് എന്ന് പറഞ്ഞ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാത്തലിക് ചേർച്ച് എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ഒരു പ്രസ്ഥാനമാണ്. നമുക്ക് പലപ്പോഴും ഓടി നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അത്ര ആഴമായിട്ട് മനസ്സിലാവാറില്ല. പക്ഷെ കൂടുതൽ അടുക്കും തോറും ഇപ്പോൾ തന്നെ ആനി തിയോളജിയിൽ പഠിച്ചതും MTHൽ പഠിച്ചതും ഒക്കെ കേൾക്കുമ്പം അയ്യോ ഇങ്ങനെയൊക്കെയാണോ എന്നാണ് ഇപ്പോഴും തോന്നുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് സമയത്ത് തന്നെ ധാരാളം യുവജനങ്ങളോട് സംസാരിക്കാനും ക്ലാസ് എടുക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത് ആനി ഇങ്ങനെ ഫിലോസഫി തിയോളജി ഇപ്പം MTH ഒക്കെ ചെയ്തു വരുമ്പോൾ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, ഇപ്പം സഭ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. നേരത്തെയൊക്കെ ഒരു കാഴ്ചപ്പാട് സഭ എന്ന് പറയുമ്പം അച്ഛൻ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പള്ളി അത്രമാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആരെങ്കിലും വൈദികരെ കുറ്റം പറയോ സിസ്റ്റേഴ്സിനെ പറഞ്ഞാലും അതിൽ ഇടപെടാനും എൻ്റെ സ്വന്തം മൈ ഓൺ എന്നുള്ളൊരു ഫീലിംഗ് ലെവൽ. അപ്പം എനിക്ക് മനസ്സിലായേക്കുന്നത് ചർച്ച് ഇസ് സ്റ്റിൽ റിച്ച്, ദർ ആർ സോ മെനി തിങ്സ് ഇനിയും എനിക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ഇത്രമാത്രം ബ്ലെസ്സിങ് ആണ് കാത്തലിക്കായിട്ട് ജനിക്കുക എന്നുള്ളത്, അതിൻ്റെ ബെനിഫിറ്റ്സ്. ഇപ്പം ഇപ്പോൾ സാക്രമെൻസുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സമയത്തും അതാത് സാക്രമെൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ സമയത്തുള്ള കൂദാശകൾ. ഇപ്പം കഴിഞ്ഞ ഒരു ഏപ്രിലായിരുന്നു 2ാമത്തെ മകളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇടവകയിൽ പുതിയതായിട്ട് ചേർന്ന തേവയ്ക്കൽ ഇടവകയിൽ സിസ്റ്റേഴ്സ് മോളെ പഠിപ്പിച്ച ഓരോ ചെറിയ കാര്യങ്ങളും ഇപ്പം മോള് വീട്ടിൽ വന്നാൽ ഞങ്ങൾ ചോദിക്കും എന്താ പഠിപ്പിച്ചേ. അപ്പം മോളിങ്ങനെ കുർബാനയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പ്രത്യേകിച്ച് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പം യേശു അവിടെ നമ്മളെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മോളിൽ നിന്നും ആ സിസ്റ്റേഴ്സിൽ നിന്നും പഠിക്കുവാനും അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ റെഗുലറായിട്ട് കുടുംബമായിട്ട് കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അനുഭവമാണ്. ഞങ്ങൾ നേരത്തെയും ഇതുപോലെ കുട്ടികളൊക്കെ കൊണ്ട് പള്ളിയിൽ പോവായിരുന്നു. പക്ഷേ ഈ ഏപ്രിൽ മുതൽ ആളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ മുതൽ അങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ട് റെഗുലറായിട്ട് മഴ വന്നാലും എന്ത് സംഭവിച്ചാലും എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഒരു റീസൺ എത്രയേ ഉള്ളൂ,
അവിടെ യേശുവിനെ ഞാൻ ഓരോ ദിവസവും സ്വീകരിക്കുന്നു, ഈ യേശുവിനോടൊപ്പം നടക്കുന്നു. ആ നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം, സമാധാനം. ഇന്നിപ്പം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള വെല്ലുവിളികളാണ്. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്തു പോകണം, ഇതിനൊക്കെ യേശു കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. തിരുസഭയുടെ സൗന്ദര്യവും മഹത്വവും ഇവർ ഇന്ന് പ്രഘോഷിക്കുന്നു. യുവജനങ്ങൾക്ക് തിരുസഭയുടെ സ്നേഹം മനസ്സിലാക്കുവാനുതകുന്ന പ്രവർത്തനങ്ങളിൽ ഇവർ വ്യാപൃതരാകുന്നു. തിരുസഭയുടെ രാജ്ഞിയും സംരക്ഷകയുമായ നമ്മുടെ അമ്മ ഇവർക്ക് അതിനുള്ള കരുത്തും ഊർജവും പകർന്നു നൽകുന്നു. യുവജനങ്ങൾക്കിടയിൽ പ്രേക്ഷിതവേല ചെയ്യുന്ന ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾക്ക് തിരുസഭയോടും കൂദാശകളോടും ചേർന്നു നിൽക്കുവാനുതകുന്ന ബോധ്യങ്ങളും ദർശനങ്ങളും ഇവർ അവർക്ക് പകർന്നു നൽകുന്നു. അപ്പം ഞങ്ങൾ ജീസസ് യൂത്തിലെ ആക്റ്റീവായ ആ സമയത്തിന് ശേഷം ഇടവകയിൽ ആക്റ്റീവായി. അപ്പം ഞങ്ങൾ നേരത്തെ ഉണിച്ചിറ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരു ഇടവകയിലായിരുന്നു. അവിടുത്തെ വൈദികൻ എന്നെ പേഴ്സണലി വിളിച്ച് പള്ളിയിൽ ആക്റ്റീവ് ആവണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിക്ക് മുമ്പ് അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുമായിരുന്നു. ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമേഴ്സ് വന്ന് ഒരു കുറേ മാസങ്ങളോളം ഒരു 5-8 പേര് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ ഒരു അവസരം തരണമേ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷെ ഇതിന് ശേഷം ഒരു ദിവസം വികാരിയച്ഛൻ സേവ്യർ അച്ഛൻ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് പറഞ്ഞു, ബേർലി ഇവിടെ ഇങ്ങനെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ആവോ, അങ്ങനെ ഒരു അവസരം ഇടവകയിലെ. അങ്ങനെ അവിടെ പോയതിന് ശേഷം നമുക്ക് ഇടവകയിലുള്ള എല്ലാ മിനിസ്ട്രികളും എല്ലാത്തിലും ഭയങ്കര ഒരു ഡോർ വൈഡ് ഓപ്പൺ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ എല്ലാ യൂണിറ്റുകളിലും പോകാനും വചനം ഷെയർ ചെയ്യാനും മച്ച് മോർ ഡെയിലി ദൈവാനുഭവം ഉണ്ടാവുന്നത് ഓരോ ഗ്രൂപ്പിലും പങ്കുവയ്ക്കുവാനും അത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മലയാളം അറിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു നീഡാണ്. അപ്പം എൻ്റെ മലയാളം അത്ര നല്ലൊരു ഇതല്ല. പക്ഷേ ആ സമയത്തൊക്കെ ദൈവം കൈപിടിച്ചു, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ജീസസ് യൂത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒന്ന് ഫോം ചെയ്തത്, ഈ രൂപമാക്കിയത് ജീസസ് യൂത്താണ്. ധാരാളം ഡിഫറെൻറ്റ് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടുള്ള യുവജനങ്ങളായിട്ട് ഇടപെടാനും നോയിങ്ലി ഓർ അൺനോയിങ്ലി ധാരാളം കൈൻഡ് ഓഫ് ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജീസസ് യൂത്ത് ഫോർമേഷൻ കിട്ടിയ വ്യക്തി എവിടെ പോയാലും ഏത് ലെവലിലായാലും അവിടെ യേശുവിന് വേണ്ടി നിൽക്കാൻ സാധിക്കും. അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മൾ ഈ ഇടവകളിലും ഏത് കമ്മിറ്റികളിലും എവിടെ പോയാലും നമുക്ക് എല്ലാവരോടും ഒന്ന് പെരുമാറാനും അതിനുള്ള. ഇടവകയിൽ നേരത്തെ കാറ്റഗിസം പഠിപ്പിച്ചിരുന്നുവല്ലോ നേരത്തെ. ഇടവകയിൽ ഞങ്ങൾ നേരത്തെ കാറ്റഗിസം പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ പുതിയ ഇടവകയിലും പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് ആനിയാണ് 13ാം ക്ലാസ്സിലെ യുവജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഞങ്ങളുടെ അവിടെ വികാരി അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ജോബി അച്ഛൻ ജീസസ് യൂത്തിൻ്റെ നേരത്തെ ഇന്റർസെഷൻ മിനിസ്ട്രിയുടെ അനിമേറ്റർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ അറിയാം. അപ്പം അച്ഛൻ ഞങ്ങൾ അവിടെ താമസം മാറി ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വേണമെങ്കിൽ കാറ്റിസം അധ്യാപകരെ ഹെൽപ്പ് ചെയ്യാം, ഒരു ഫോർമേഷനിലൂടെ കടന്നു പോകാൻ ഹെൽപ്പ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് കാറ്റിസം ടീച്ചേഴ്സ് എല്ലാ ബുധനാഴ്ചയും അച്ഛനും സിസ്റ്റേഴ്സും പള്ളിയിലുള്ള മെയിൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ വരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. 7 തൊട്ട് 9 വരെ ഇപ്പം തുടർച്ചയായിട്ട് പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുവാനും എല്ലാവരും വചനം പങ്കുവെക്കുന്നു, എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ജീവിച്ചത്, യേശു എങ്ങനെ സ്പർശിച്ചു, ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വയം ലൈഫിൽ ഉണ്ടാകുവാനും ഇത് പോയി കാറ്റിസം പിള്ളേരോട് ഷെയർ ചെയ്യുമ്പോൾ ധാരാളം വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇന്ന് ഞങ്ങൾ കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ജീസസ് യൂത്തിലുള്ള പലരും വന്ന് അവിടെ ക്ലാസ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസം തോറും അവിടെ എഡോറേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയത് TOC നടക്കുന്ന ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ്. ഞങ്ങളുടെ അവിടെ കാറ്റിസം ടീച്ചേഴ്സ് 14 പേര് ചേർന്നു ഒരുമിച്ച് പഠിക്കുക, ജീവിക്കുക, അത് പങ്കുവയ്ക്കുക. ഒന്ന് അങ്ങനത്തെ ഒരു ശൈലി കുറേയും കൂടി acceptable ആണ്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിനൊരു മോട്ടിവേഷൻ ഉണ്ട്, ക്ലാസ്സിൽ പോകുമ്പോൾ പറയാനുണ്ട്. ഈ പരസ്പരം ഗ്രൂപ്പിൽ വന്ന് കഴിഞ്ഞ ആഴ്ച എങ്ങനെ യേശു എൻ്റെ കൂടെ ഇടപെട്ടു, ഇപ്പം ഇന്നത്തെ ആഴ്ച ഞാൻ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് കഴിഞ്ഞ ആഴ്ച യേശു ഇവരുടെ കൂടെ ഇങ്ങനെ ഇടപെട്ടു, ഇന്ന ടീച്ചറിൻ്റെ കൂടെ ഇങ്ങനെയായിരുന്നു. അപ്പം ഇത് തന്നെ ജീസസ് യൂത്തിലും അനേകരുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പം ജീവിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഫാമിലി സെല്ലുണ്ടായിരുന്നു, കപ്പിൾ സെല്ല്.
അപ്പോൾ ഈ സെല്ല് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ഇനീഷ്യലി മാരേജുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് കൂടെ പ്രാർത്ഥിക്കുവാനും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുവാനും, അപ്പം ഇതുപോലെ ധാരാളം അവസരങ്ങളാണ് ഞങ്ങൾക്ക് ജീസസ് യൂത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ ഭക്തിയും ജ്ഞാനവും കർമ്മവും ഒരേപോലെ കൊണ്ടുപോകുമ്പോഴാണ് ശരിയായ സ്പിരിച്വാലിറ്റി. ഇപ്പൊ മേളിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ട്രെയിനിങ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഭക്തിയുടെ തലങ്ങളിൽ ഇതുപോലെ വന്നു. ഈ കർമ്മതലത്തില് ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സോഷ്യൽ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ജീസസ് യൂത്ത് മൂവ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂബിലി വർഷം നമ്മളിങ്ങനെ കുട്ടികളെ ജീസസ് യൂത്തിന് ഒരു സോഷ്യൽ കൺസേൺ ഉണ്ടാവണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഔട്ട്റീച്ച് ഉണ്ടാവണം എന്നുള്ള നിലയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് തുടങ്ങി. അത് ജൂബിലി വർഷം, ജീസസ് യൂത്തിൻ്റെ ജൂബിലി വർഷം നമ്മൾ 2500 കുട്ടികളെങ്കിലും നമ്മൾ എല്ലാ മാസവും 500 രൂപ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 3000-ൽ താഴെ കുട്ടികളെ എല്ലാ മാസവും 500 രൂപ കൊടുക്കുന്നു. ഇത് ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ വരുന്നു. കേരളത്തിലും ഇന്ത്യയിലുള്ള പല ഭാഗത്തു നിന്ന് ആപ്ലിക്കേഷൻ വരുന്നു. അവിടെ നമ്മൾ പോയി വെരിഫൈ ചെയ്യുന്നു. ഇതിനു വേണ്ടി ഒരു സിസ്റ്റം ഉണ്ട്, ഓഫീസുണ്ട്. അപ്പം ഞങ്ങൾ ജീസസ് യൂത്തിലെ കുറച്ച് മുതിർന്നവരാണ് ഇതിൻ്റെ ട്രസ്റ്റീസ്. ഞാനാണ് അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി. അപ്പോൾ ഇന്നിപ്പം എല്ലാ ദിവസവും അവിടെ ഓഫീസിൽ 5-6 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അവിടെ ധാരാളം കുട്ടികൾ വിളിക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി, ഹെൽപ്പിന് വേണ്ടി. പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യുന്നത് മാതാപിതാക്കളില്ലാത്തവരോ, അല്ലെങ്കിൽ അപ്പച്ചൻ അസുഖമായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ വീട് മുമ്പോട്ട് പോകാൻ സിറ്റുവേഷൻ ഇല്ല, അങ്ങനെയുള്ളവരെ മന്ത്ലി 500 രൂപ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് കുട്ടീനെ പഠിപ്പിക്കുന്നു. ഇത് 1st സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയാണ്. അപ്പോൾ ധാരാളം ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ പൈസ മുഴുവൻ വരുന്നത് ജീസസ് യൂത്തിൽ നിന്ന് തന്നെയാണ്. ജീസസ് യൂത്തുകാർ അവരുടെ ദശാംശം മാറ്റിവെക്കുന്നു, റെഗുലറായിട്ട് അയച്ചു തരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ജീസസ് യൂത്താണ്, ജീസസ് യൂത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഈ പ്രൊജക്ട് നടക്കുന്നത്. ഈ 500 രൂപ കൊടുക്കുന്നതോടൊപ്പം ചില ബേസിക് നീഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ വീട്, അവർക്ക് വസ്ത്രം, ഇതിന് ചിലപ്പോഴത് തികയാതെ വന്നാൽ എന്തെങ്കിലും അഡീഷണൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ ചില സ്പെഷ്യൽ കേസസ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സ്പോൺസേഴ്സിനോട് തന്നെ പറഞ്ഞ് ഇത് നീഡാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ചെറിയ ഒരു പെർസെൻറ്റേജേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടികളുടെ ഇപ്പോൾ ഏകദേശം 3000 പേരെ റെഗുലർലി സപ്പോർട്ട് ചെയ്ത് വരുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റുന്നു. ഇതിൽ എല്ലാ മതസ്ഥരും ഉൾപ്പെടെയാണ്. എവിടെ നീഡ് കാണുന്നു നമ്മൾ പോയി അന്വേഷിച്ച് വെരിഫൈ ചെയ്ത് ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അവരെ റെഗുലർലി റോളിലാക്കി സപ്പോർട്ട് ചെയ്യുന്നു. വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നു തോന്നരുത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സുശിക്ഷിതമായ ഒരു നല്ലൊരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫ് ആവശ്യമാണ്. അപ്പോൾ ബൈബിളിനോടുള്ള ബന്ധം, പേഴ്സണൽ പ്രയർ, കൂദാശകൾ നേരത്തെ പറഞ്ഞുവെങ്കിലും അതൊന്ന് ശാലവും പ്രേക്ഷകരായിട്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് സഹായകമാകും തോന്നുന്നു. വെള്ളിയുടെ ജീവിതത്തിലെ എങ്ങനെയാണ് ഇത് കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വചനാധിഷ്ഠിതമായിട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കാമോ? ബൈബിളുമായി ബന്ധപ്പെട്ട് ധാരാളം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നത് ഈ കുർബാനയാണ്. ഞാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച്, കുട്ടികളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദിവ്യബലിക്ക് പോകുന്നു. അതാണ് ഇപ്പം മുറുകെ പിടിച്ചിരുന്നത്. ഒരു സമയത്ത് ബൈബിളായിരുന്നു ഏറ്റവും കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ തുടക്കം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കാരണം കൂടുതൽ സങ്കീർത്തനങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഓരോ ബൈബിൾ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതം പഠിക്കുക, അതിൽ നിന്ന് അവരെ എങ്ങനെയാണ് ലിവ് ചെയ്ത് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാക്കുക. കുടുംബ പ്രാർത്ഥനയുടെ സ്നേഹവും ബലവും ഈ കുടുംബത്തിൽ സ്നേഹത്തിന്റെ പുതിയ സൗരഭ്യം പടർത്തുന്നു. കരങ്ങളിലേന്തിയ ജപമാല ഇവർക്ക് പുതിയ ബലം ദിനവും പകർന്നു നൽകുന്നു. ഫെയ്ത്ത് വളർത്താൻ ഉതകുന്ന രീതിയിലെ ഇപ്പൊ വചനം ആരോടെങ്കിലും പങ്കുവയ്ക്കുമ്പോഴുള്ള അനുഭവമോ, ഒരിക്കലും ഞാൻ എവിടെയോ കേട്ടു ഇങ്ങനെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്ന പോലെ വചനം വൃക്ഷങ്ങളോട് പോലും പറഞ്ഞിട്ട് അവിടെ ഫലം പുറപ്പെടുവിച്ച കാര്യം കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും. ഇത് സംഭവിച്ചത് ഞങ്ങളിവിടെ സെയിൻറ്റ് ട്രീസാസിൽ പ്രെയർ ഗ്രൂപ്പിന് പോവായിരുന്നു സ്ഥിരമായിട്ട്. ഇപ്പം അവിടെ നിന്ന് മാറി. അപ്പം അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചേച്ചി, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി, മേഴ്സ് ചേച്ചി വന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ
ആഴ്ച റിട്രീറ്റ് ചിറ്റൂർ റിട്രീറ്റിന് പോയപ്പം അവിടെ ഒരു സഹോദരൻ ഇങ്ങനെ പങ്കുവച്ചു. ഇങ്ങനെ തൊടുപുഴയിൽ നിന്ന് വരുന്ന സഹോദരനാണ്. അവിടെ അടയ്ക്ക കൃഷിയായിരുന്നു. അടയ്ക്ക മുഴുവൻ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം. അപ്പം ആളുടെ എല്ലാം പാപ്പരായി. അങ്ങനെ അവിടെ വന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി ഇപ്പം ആൾക്ക് ഇങ്ങനെ വചനത്തിലൂടെ, വചനം കേട്ടാൽ എവിടെ ആയാലും ആർക്കായാലും എല്ലാ സൃഷ്ടിയിലും മാറ്റം വരുന്ന ആള്, സകല സൃഷ്ടികളിലും മാറ്റം വരുന്നുള്ള ബോധ്യത്തിൽ ആള് തിരിച്ചു പോയി ആ തോട്ടത്തിൽ മുഴുവൻ സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വചനം ഉറക്കെ വായിക്കുമായിരുന്നു. കുറച്ച് നാളിന് ശേഷം ആൾ കേട്ടത് അവിടെ മുഴുവൻ അടയ്ക്ക നല്ല രീതിയിൽ വന്നു എന്നാണ്. അപ്പം ഇത് ഈ ചേച്ചി ചേച്ചി വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പങ്കുവെച്ചപ്പോൾ, അപ്പം അന്ന് നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു അതൊരു ജീസസ് യൂത്ത് ഓറിയൻറ്റേഷനാണ്. എന്ത് നല്ലത് കണ്ടാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ആനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അന്ന് ഞങ്ങളിവിടെ കളമശ്ശേരി ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസിച്ചത്. ആനി അവിടെ വന്ന് ഞങ്ങൾ താമസിച്ച് തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു മാവുണ്ടായിരുന്നു. ആദ്യമേ തൊട്ട് ഒരു മാവുണ്ടായിരുന്നു. പക്ഷെ ആ മാവിൽ മാങ്ങ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആനി എല്ലാ ദിവസവും അവിടെ നിന്ന് ഉറക്കെ ബൈബിൾ വായിക്കുവാനും ഇത് നോക്കണമല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടെ 3 മാങ്ങ വന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ മാങ്ങ വന്നു. അപ്പോൾ ഈ ഒരു അനുഭവം വീണ്ടും ഞങ്ങൾ പ്രയർ ഗ്രൂപ്പിൽ പോയി ചെന്ന് പറഞ്ഞപ്പോൾ, ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ടീച്ചർ, ഇന്ന് ടീച്ചർ ദുബായിലാണ്, പ്രിയ ടീച്ചർ ഇത് ജീസസ് യൂത്തിൻ്റെ ജോയ്നെറ്റ് എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഒരാൾ മെയിൽ എഴുതിയിട്ടാൽ എല്ലാവരും മെയിൽ വായിക്കും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം എഴുതിയിട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലും പല സ്ഥലത്തും പല ജീസസ് യൂത്തുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഡൽഹിയിലുള്ള ഒരു ജീസസ് യൂത്ത് കുറേ നാൾക്ക് ശേഷം എഴുതിയത്, എൻ്റെ വീട്ടിൽ റോസപ്പൂവ് വരാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പല കളറുള്ള റോസാപ്പൂ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആളിതുപോലെ വചനം പറയാൻ ശ്രമിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പല കളറിലുള്ള റോസാപ്പൂ വന്നു. അപ്പം ഞങ്ങളിത് ആ ഒരു ജോയ്നെറ്റിലെ മെയിൽ വായിച്ചിട്ട് പലരും ഇത് ട്രൈ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ പോകുമ്പോൾ പലരും വന്ന് എന്നോട് യൂത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അന്ന് പറഞ്ഞതിന് ശേഷം ഞാനും ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടി ഓർക്കുന്നത്, ആനി ഇവിടെ ഫിലോസഫി മംഗലപ്പുഴ സെമിനറി ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ ബ്രദേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ വിഷയം പങ്കുവച്ചപ്പം ഒരു ദിവസം ഇവർ പോയി തിരിച്ചു വന്ന് ബ്രദർ പറഞ്ഞു, ഒരു ബ്രദർ അവർ ഇതിന് പോവുമല്ലോ, പള്ളിയിൽ അസിസ്റ്റ് ചെയ്യാൻ പോവും. അപ്പോൾ അവിടെ ഒരു ലേഡി വന്ന് പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് ഭയങ്കര കുടിയനാണ്, പ്രശ്നമാണ്. അപ്പോൾ ആനി ഇത് ഷെയർ ചെയ്തതിൻ്റെ നെക്സ്റ്റ് വീക്കായിരുന്നു ഈ സംഭവം. അപ്പോൾ ഈ ബ്രദർ ആ ലേഡിയോട് പങ്കുവച്ചു, ഇങ്ങനെ വചനത്തിന് ശക്തിയുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിനുശേഷം ഈ ലേഡി എല്ലാ ദിവസവും ഭർത്താവ് വന്ന് കിടക്കുമ്പോൾ അവിടെ ഉറങ്ങിയതിന് ശേഷം പോയി ഉറക്കെ ബൈബിൾ വായിക്കുവാനും കുറച്ച് നാൾക്ക് ശേഷം അയാൾ ഒരു ധ്യാനത്തിൽ പോകാനും ഇടയായി. ഇത് തിരിച്ച് ബ്രദർ വന്ന് ആനിയോട് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഈ വചനം എവിടെ കേട്ടാലും എവിടെ ഷോ ചെയ്താലും അതിന് ഡെഫിനറ്റായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വചനത്തിൽ മുറുകെ പിടിച്ചു നിന്നാൽ, ഉദാഹരണത്തിന് ഒന്ന് നുണ പറയാതിരിക്കാം. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഓഫീസിലുമായി ബന്ധപ്പെട്ട് സെയിൽസ് ടീമാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ സെയിൽസ് ടീമിൽ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നുണ പറയരുതെന്ന്. നുണ പറയുന്നത് ഒരു തലവേദന വരുമ്പോൾ ഒരു പാരസെറ്റമോൾ എടുക്കുന്ന പോലെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ചെറിയൊരു സർജറി പോലെയാണ്. പറയുമ്പോൾ കുറച്ച് വേദനിക്കും, പക്ഷെ അതിനുശേഷം അത് വളരെ കംഫർട്ടബിളായിട്ട് പോകും. ഞങ്ങൾ കണ്ടേക്കുന്ന കസ്റ്റമറിനോട് പറയാണ്, ഇങ്ങനെ സംഭവിച്ചു, സോറി എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അപ്പം ചീത്ത പറയും. പക്ഷെ അടുത്ത തവണ വിളിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് സ്വസ്ഥമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. പക്ഷെ ഒരു തവണ നുണ പറഞ്ഞാൽ വീണ്ടും വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാല്യൂസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് ദൈവം നമ്മളെ ഗാർഡ് ചെയ്യും. പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോകും, ദൈവമേ ഇന്ന് നുണ പറയാൻ അവസരം വരരുതേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുമല്ല, അവർ വിളിക്കുമ്പോൾ ഞാൻ സീറ്റിലുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൻസർ ചെയ്യും, അല്ലെങ്കിൽ ആൾ വിളിക്കില്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് ദൈവം നമ്മളെ കാക്കും എന്ന് തന്നെയാണുള്ളത്. ഇപ്പം ജീസസ് യൂത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ ബേളിയുടെ ഇനിഷ്യേറ്റീവ് നടക്കുന്ന ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴേ? ഇപ്പം അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ല. ഇപ്പം ജീസസ് യൂത്തിൽ ഓൾ കേരള KYCTയിൽ ഞാൻ മെമ്പറാണ്. ഇപ്പം കേരളത്തിലെ ഫോർമേഷൻ്റെ ചാർജ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ? ഫോർമേഷനിൽ നമ്മൾ
ഇതുവരെ നടന്ന ജീസസ് യൂത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന എല്ലാ നന്മകളും ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ഒരു ഫോർമേഷൻ പ്ലാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ധാരാളം വർഷത്തിൻ്റെ പ്രാർത്ഥനകളും സീനിയേഴ്സ് ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരു നല്ല ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം ജീസസ് യൂത്ത് 25-30 അറൗണ്ട് കൺട്രീസിൽ ഇന്ന് ഉണ്ട്, പ്രസൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സെയിം ലെവലിൽ ഒരു ഫോംഡായി, ഇപ്പോൾ ഒരു ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന മിനിമം ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോർമേഷൻ പ്ലാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ധാരാളം പേര് കമ്മിറ്റ്മെൻ്റ് എടുത്ത് വർക്ക് ചെയ്യുന്നു. മനോജ് സണ്ണിയാണ് ഇന്റർനാഷണൽ ഫോർമേഷൻ കോർഡിനേറ്റർ ഇപ്പോഴത്തെ. അപ്പോൾ കേരളത്തിലെ ഫോർമേഷൻ്റെ ചാർജ് ഇപ്പോൾ ഞാനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ജീസസ് യൂത്ത് മുതൽ ഇനിയും വരാൻ പോകുന്ന ജീസസ് യൂത്ത് വരെ ഇന്ന ലെവലിൽ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഫോർമേഷൻ പ്ലാൻ ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിലൂടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ പലർക്കും തീർച്ചയായിട്ടും ഈ കാലയളവിലെ ഒരു സുവിശേഷ സാക്ഷിയാകാൻ ഉപകരിക്കുമെന്നുള്ളതിന് സംശയമില്ല. വേൾഡിയുടെ ജീവിതാനുഭവങ്ങൾ ഷാലോം പ്രേക്ഷകർക്ക് നല്ല നല്ല പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രത്യേകിച്ച് ജീസസ് യൂത്ത് മൂവ്മെന്റുമായി ചേർന്ന് ഏതെല്ലാം രീതിയിൽ നന്മയെ നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രചോദനം കിട്ടാൻ ഇടയാകട്ടെ. ഞങ്ങളോട് സഹകരിച്ചതിന് ഏറെ നന്ദി. താങ്ക് യു. യുവത്വത്തിൽ നെഞ്ചിലേറ്റുവാങ്ങിയ സുവിശേഷ ദീപം ഇന്ന് അനേകർക്ക് നൽകുവാൻ ഇവർ പ്രവർത്തിക്കുന്നു. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളാണ് തിരുസഭയുടെ കരുത്തെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരുന്നു. പ്രാർത്ഥനയിലും അടിയുറച്ച വിശ്വാസത്തിലും വളരുന്ന യുവജനങ്ങൾ തിരുസഭയ്ക്ക് നവസുവിശേഷവത്കരണ പാതയിൽ പുതിയ കരുത്തു നൽകുന്നു. യുവജനങ്ങളെ കൂദാശകളിൽ നിന്നും തിരുസഭയിൽ നിന്നും അകറ്റാൻ തക്കം പാർത്തു കാത്തിരിക്കുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ ഇവരുടെ കൊച്ചു പ്രവർത്തനങ്ങൾ വലിയ വിലയുള്ളതായി മാറുന്നു എന്ന് ഇവിടെ നാം ദർശിക്കുന്നു.